ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ആഗോള റാലികളിലെ കരുത്തിൽ മുന്നേറിയ ഇന്ത്യൻ വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചത് നേരിയ നേട്ടത്തിൽ. ഇൻട്രാഡേയിൽ 680 പോയിന്റ് ഉയർന്ന സെൻസെക്സ് 31 പോയിന്റ് കൂടി വ്യാപാരം അവസാനിപ്പിച്ചു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകളും നേട്ടത്തിൽ. തകർന്ന് ബാങ്ക്, മീഡിയ ഓഹരികൾ. ഡോളറിനെതിരെ രൂപയ്ക്ക് 2 പൈസ നേട്ടം. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്രം. ഭൂവുടമകളായ വനിതാ കർഷകർക്കുള്ള ആനുകൂല്യം ഇരട്ടിയാക്കാൻ കേന്ദ്ര സർക്കാർ. നിലവിലെ 6000 രൂപ 12,000 ആക്കി ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന് സൂചന. സോണിയുമായുള്ള ലയനം നടക്കില്ലെന്ന വാർത്തകൾ നിഷേധിച്ച സി എന്റർടൈൻമെന്റ്. വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് അറിയിച്ച കമ്പനി. നിർദ്ദിഷ്ട ലയനം പൂർത്തീകരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നുവെന്ന് ഓഹരി വിപണിയിൽ സമർപ്പിച്ച ഫയലിംഗിൽ. രാജ്യത്ത് കാപ്പിക്കുടി ജനപ്രിയമാകുന്നതിന്റെ ഗുണഫലം മുതലെടുക്കാൻ സ്റ്റാർബക്സ്. ഇന്ത്യയിലെ സ്റ്റോറുകളുടെ എണ്ണം ഇരട്ടിയാക്കും. 2028ഓടെ 1000 സ്റ്റോറുകൾ ലക്ഷ്യമിട്ട് കമ്പനി. ഇന്ത്യൻ ജീവനക്കാരുടെ എണ്ണം ഇരട്ടിയാക്കുമെന്നും സ്റ്റാർബക്സ്. പ്രതീക്ഷ മറികടന്ന് ഇന്ത്യയിലെ ഐഫോൺ ഉൽപാദനം. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 1 ലക്ഷം കോടിയുടെ ഐഫോൺ നിർമ്മിച്ചെന്ന് ആപ്പിൾ. കണക്ക് ആപ്പിളിന്റെ കരാർ നിർമ്മാതാക്കൾക്ക് പ്രോത്സാഹനമാകും. മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചെന്നും ആപ്പിൾ. രാജ്യത്തെ വിപണി വിഹിതം 2% നിന്ന് 6% ഉയർന്നു. മറ്റു ചില ബിസിനസ് വാർത്തകൾ കൂടിയുണ്ട്. ഇൻഡിഗോയുടെ ചില വിമാനങ്ങളിൽ മുൻസീറ്റിൽ ഇനി കാല് നീട്ടിയിരിക്കണമെങ്കിൽ 2000 രൂപ വരെ അധികമായി മുടക്കേണ്ടി വരും. 4000 കോടിയുടെ ബൈബാക്ക് പ്ലാനിൽ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് ബജാജിന്റെ ഓഹരികൾ. വിവിധ സംസ്ഥാനങ്ങൾ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നുണ്ട്. തമിഴ്നാടിന്റെ നിക്ഷേപക സംഗമം ആദ്യ ദിവസം ആകർഷിച്ചത് 5 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ്. നാളെ വൈബ്രന്റ് ഗുജറാത്തും തുടങ്ങുകയാണ്. അവിടെയും വലിയ നിക്ഷേപം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. ഈ പ്രതീക്ഷയിൽ ഇന്ന് രാവിലെ ഓഹരി വിപണികൾ US വിപണിയിൽ നിന്നൊക്കെയുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ നേട്ടത്തിലാണ് ആരംഭിച്ചത്. എന്നാൽ ഒരു നേരിയ മാർജിനോടുകൂടെ അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറും 31 പോയിന്റ് മാത്രം ഉയർന്ന് 21,544 എന്ന നിലയിലാണ് അവസാനിച്ചിരിക്കുന്നത്. 21,500 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെ പോയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും അധികം നഷ്ടം കണ്ടത് ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളാണ് എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറും 31 പോയിന്റ് മാത്രം ഉയർന്ന് 71,386 എന്ന നിലയിലാണ് ഇന്ന് വിപണികൾ ക്ലോസ് ചെയ്തത്. രൂപയ്ക്ക് ഇന്ന് നേട്ടമുണ്ടായിട്ടുണ്ട്. 2 പൈസയുടെ നേട്ടമാണ് രൂപ ഇന്ന് ഉണ്ടാക്കിയത്. 0.08 കൂടി 83 രൂപ 13 പൈസയാണ് ഇന്ന് ഒരു ഡോളറിനെതിരെ രൂപയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. നമ്മോടൊപ്പം അതിഥി കൂടി ചേരുകയാണ്. പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ഈവനിങ്. എന്തായാലും ഒരു ഗുഡ് ഈവനിങ് പറയാവുന്ന രീതിയിലല്ല വിപണികൾ ഇന്ന് അവസാനിച്ചത്. US നിന്ന് ഉൾക്കൊണ്ട പ്രചോദനവും ഏഷ്യൻ വിപണികളിലെ ഉണർവും ഒക്കെ മാർക്കറ്റ് ക്ലോസിംഗ് ആയപ്പോഴത്തേക്ക് മാർജിൻ തീരെ അങ്ങ് നേരിയതായി. എന്താണ് സംഭവിച്ചത്? നാളെയും ഇതേപോലെ ഒരു ചാഞ്ചാട്ടമായിരിക്കുമോ ഉണ്ടാവുക? ഗുഡ് ഈവനിങ്. മാർക്കറ്റില് ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ വലിയൊരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിഫ്റ്റിയെ സംബന്ധിച്ച് 200 പോയിന്റിന്റെ മുകളിലായിരുന്നു മോർണിംഗില് നമ്മുടെ ഒരു 2 മണി വരെയുള്ള ട്രേഡിംഗ് നമ്മൾ കണ്ടു. 2ന് ശേഷമാണ് മാർക്കറ്റില് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും സെല്ലിങ്ങും എല്ലാം വരാനുണ്ടായത്. അത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റിലെ ഒരു പ്രോഫിറ്റ് ബുക്ക്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ വാങ്ങിച്ച ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് നല്ല പ്രോഫിറ്റ് ആവുന്ന സമയത്ത് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സാധാരണമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെല്ലിങ് ശരിക്കും ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ട്രേഡേഴ്സും ഒക്കെ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നാളെ വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റ് ഇതുപോലെ തന്നെ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ചിനുള്ളിൽ, അതായത് 21,300നും 21,800നും ഇടയിലുള്ള ഒരു റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യതകൾ. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം മാർക്കറ്റ് താഴുമ്പോൾ അതൊരു അവസരമായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് മാർക്കറ്റിൽ നല്ല സെല്ലിങ്ങും പ്രോഫിറ്റ് ബുക്കിങ്ങും ഒക്കെ വന്ന് ഒരു ചെറിയൊരു കറക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം പലപ്പോഴും അവർ ബുക്ക് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് വീണ്ടും ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് 21,300 അല്ലെങ്കിൽ അതിന്റെ താഴെയൊക്കെ വരുമ്പോൾ തീർച്ചയായും നല്ലൊരു അവസരങ്ങൾ കിട്ടും. ഈ മാസം നമ്മൾ ഉദ്ദേശിക്കുന്ന, കഴിഞ്ഞ മാസം നല്ലൊരു റാലി മാർക്കറ്റിൽ ഉണ്ടായി. അതുകൊണ്ട് ഈ മാസം ചെറിയ തിരുത്തലുകൾ മാർക്കറ്റിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം അടുത്ത
ഫെബ്രുവരി 1 ബഡ്ജറ്റും അതിനുശേഷമുള്ള ഇലക്ഷൻ റാലിയും ഒക്കെ നമ്മൾ വരുന്ന മാസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസം ശരി, കുറച്ച് എന്തായാലും ഒരു വിപണിയിൽ തിരുത്തല്. നിക്ഷേപകർക്ക് നല്ല കാലമാണ്. നിക്ഷേപിക്കാൻ അവസരമുള്ളവർക്ക് അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരമാണെന്നാണ് പോൾ തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS പറയുന്നത്. ഇനി അമേരിക്കയിലെ വിലക്കയറ്റ നിരക്ക് വരാനുണ്ട്, ഇന്ത്യയിലെ പണപ്പെരുപ്പ നിരക്ക് വരാനുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ സ്വാധീനിക്കും. മാത്രവുമല്ല, നാളെ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്തും നിക്ഷേപക സംഗമവും മാർക്കറ്റിനെ സ്വാധീനിക്കും. മാർക്കറ്റ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.